സർവകലാശാലകളെ RSS വൽക്കരിക്കാനുള്ള ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെയും താൽക്കാലിക വിസിമാരുടെയും നീക്കങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ എറണാകുളത്തും കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം നടക്കുകയാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. രാജ്ഭവന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധം നിരവധി തവണ 8 തവണയിലേറെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇനി കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിയിട്ടുണ്ട്. ഒരു കണ്ണീർ വാതകത്തിനും ഒരു ജലപീരങ്കിക്കും ഒരു ലാത്തിക്കും തകർക്കാനാകാത്ത വിപ്ലവ വീര്യത്തോടെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI അതിൻ്റെ പ്രവർത്തകർ, നൂറുകണക്കിനായ പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധവുമായി അണിചേർന്നിരിക്കുകയാണ്. ഒരു തരത്തിലും വീര്യം ചോരാത്ത വിപ്ലവവും കരുത്തോടുകൂടി SFIയുടെ നൂറുകണക്കിന് പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ, ജില്ലാ കേന്ദ്രങ്ങളിൽ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം തീർക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം രാജ്ഭവന് മുന്നിലുള്ള ദൃശ്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടും പ്രതിഷേധം അവസാനിപ്പിക്കാൻ SFIയുടെ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. എറണാകുളത്ത് നിന്ന് അർച്ചന കൂടി ചേർന്നുണ്ട്. അർച്ചന, കേരളത്തിലെ യുവജനങ്ങൾ, വിദ്യാർത്ഥി സമൂഹം തെരുവിലാണ്. സംഘികളായ VCമാർ തുടരേണ്ടതില്ല. RSS വൽക്കരണം അനുവദിക്കില്ല. എന്താണ് എറണാകുളത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ജലപീരങ്കി പ്രയോഗിച്ചോ SFI പ്രവർത്തകർക്ക് നേരെ? അർച്ചന, മഹാരാജാസ് കോളേജിൽ നിന്നും BSN ഓഫീസിലേക്കാണ് SFI പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ആ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർ തുടർന്ന് ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുകയും തുടർന്ന് പോലീസ് അവരെ ഇപ്പോൾ നീക്കം ചെയ്യുകയും ചെയ്യുകയാണ്. കാരണം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പ്രവർത്തകർ ഒന്നടങ്കം മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ ബാരിക്കേഡിനെ പുറത്ത് നിൽക്കുകയാണ്. നിരവധി പ്രവർത്തകർ തരത്തിൽ ബാരിക്കേഡ് മറികടന്ന് ഈ അപ്പുറത്തേക്ക് കടന്നെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഇവർ BSN ഓഫീസിലേക്ക് പാഞ്ഞെടുത്തെങ്കിലും പോലീസ് അവരെ തടയുകയായിരുന്നു. ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പ്രവർത്തകരാണ്, SFI പ്രവർത്തകരാണ് ഇത്തരത്തിൽ BSN ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ സർവകലാശാലകൾ സംഘികാവലത്തിൽ കാർഡുകൾക്കെതിരുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം തന്നെ വിവിധ ഭാഗങ്ങളായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ നിന്ന് BSN ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് SFI നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്നോട്ടേക്ക് മാറിയിട്ടില്ല. അവർ ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡിനടുത്ത നിലയുറപ്പിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ബാരിക്കേഡ് മറികടന്ന് BSN ഓഫീസിലേക്ക് പാഞ്ഞെടുത്തെങ്കിലും അവരെ തടയുകയാണ് ചെയ്തത്. ഇപ്പോൾ നിരവധി പേർ ഇപ്പോൾ ബാരിക്കേഡിന് പിന്നിലായി മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിക്കുകയാണ്. നേരത്തെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം സർവകലാശാലയിൽ നടന്നു. അതിനിടെ പ്രവർത്തകരടക്കം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലെല്ലാം തന്നെ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ ഇന്ന് പഠിപ്പ് മുടക്കുമൊപ്പം പ്രതിഷേധവും എല്ലാം തന്നെയായി SFI പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് ചുറ്റുമായി പ്രവർത്തകർ നിലയുറപ്പിക്കുകയാണ്. നിരവധി പ്രവർത്തകരെ ഇതിനിടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്ന് അവർ ഇത്തരത്തിൽ BSN ഓഫീസിലേക്ക് ഓടിക്കളക്കുകയാണ്. അതിനിടെയാണ് പ്രവർത്തകർ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. എന്തായാലും ഒരു തവണ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി റോഡിൽ നിലയുറപ്പിക്കുകയാണ്. ശരി, അർച്ചനയാണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.